ഗർഭചിത്ര കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായി രണ്ടാം പ്രതി ജോബി ജോസിന്റെ മൊഴി. അതിജീവിതയ്ക്കെത്താൻ ഒരു പൊതി കൈമാറിയിരുന്നുവെന്നാണ് ജോബി ജോസിന്റെ മൊഴി. പൊതിയിൽ എന്താണെന്ന് അറിയില്ലായിരുന്നുവെന്ന് രാഹുലിന്റെയും അതിജീവിതയുടെയും സുഹൃത്താണ് പൊതി തന്നുവിട്ടതെന്നും ജോബി മൊഴി നൽകി. ഗർഭചിത്രം നടത്താൻ ഗുളിക കൈമാറിയത് ജോബി എന്നായിരുന്നു യുവതിയുടെ മൊഴി. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻകൂർ ജാമ്യാപേക്ഷയിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയ കാര്യം താനും യുവതിയും തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ്. ഗർഭചിത്രം നടത്തിയതിനെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ല എന്നാണ്. എന്നാൽ അതിജീവിത നേരത്തെ നൽകിയ പരാതിയിൽ മൊഴിയിലടക്കം ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. രാഹുലിൻ്റെ സുഹൃത്ത് രണ്ടാം പ്രതിയായിട്ടുള്ള ജോബിയാണ് ഈ ഗർഭചിത്രം നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചു നൽകിയത്. അക്കാര്യം സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള മൊഴിയാണോ ജോബി ഇപ്പോൾ നൽകിയിരിക്കുന്നത്? കാരണം ജോബി അത് എന്താണെന്ന് തനിക്കെന്ന് അറിയില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ പോലും ജോബിയുടെ മൊഴി രാഹുലിനെ സംബന്ധിച്ച് എത്രത്തോളം തിരിച്ചടിയാകും, എത്രത്തോളം കുരുക്കാകും? ടോം, ഈ ഒരു മൊഴി കൃത്യമായും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു കുരുക്കാകാനുള്ള സാധ്യതയുണ്ട്. കാരണം തനിക്ക് ഗർഭചിത്രവുമായി യാതൊരുവിധ ബന്ധവുമില്ല, പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു ബന്ധം മാത്രമാണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നായിരുന്നു ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിലും മറ്റും ഈ ഒരു രാഹുൽ മാങ്കൂട്ടം പ്രധാനമായി ഉന്നയിച്ചൊരു വിഷയം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ഗർഭചിത്രത്തിൽ സുഹൃത്ത് വഴി, അതായത് ഈ ഒരു വ്യക്തി വഴി, ജോബി വഴി മരുന്ന് അതിജീവിതയ്ക്ക് എത്തിച്ചു കൊടുത്തു എന്ന് അതിജീവിത തന്നെ തുടക്കം തൊട്ട് തന്നെ മൊഴി നൽകിയിരുന്നു. അന്വേഷണ സംഘത്തിന് മുൻപാകെ ഇത്തരത്തിലാണ് ഈ ഒരു മൊഴി നൽകിയതും. അത് സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ രണ്ടാം പ്രതിയുടെ ഭാഗത്തു നിന്നും മൊഴി വന്നിട്ടുള്ളത്. പക്ഷെ അതിൽ തനിക്ക് നേരിട്ട് പങ്കില്ല. അതായത് പൊതിയിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്ന തരത്തിലുള്ള ഒരു സ്ഥിരീകരണം അത് അയാൾക്കറിയില്ല എന്ന് തന്നെയാണ് ഈ ജോബി അടക്കം പറയുന്നത്. അതായത് ഒരു സുഹൃത്ത് വഴി കൊണ്ടു നൽകി എന്നല്ലാതെ ഗർഭചിത്രത്തിൽ തനിക്ക് നേരിട്ട് പങ്കില്ല, ഈ മരുന്നാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നടക്കമുള്ള തരത്തിലുള്ള മൊഴിയാണ് പുറത്തു വന്നത്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു മരുന്ന് കൈമാറി എന്ന തരത്തിലുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഈ ഒരു ജോബി ഇപ്പൊ നിലവിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ അന്വേഷണവുമായി സഹകരിക്കണമെന്ന കൃത്യമായ നിബന്ധനയും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുകയും ചെയ്തത്. അതിന്റെ ഭാഗമായി തന്നെ നടന്ന ചോദ്യം ചെയ്യൽ ഈ ഒരു ഫോൺ, അതായത് ഇയാളുടെ ഒരു സ്വകാര്യ ഫോൺ അന്വേഷണ സംഘത്തിന് മുൻപാകെ സമർപ്പിക്കണമെന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അത് അതായത് ഇന്ന് വന്ന ചോദ്യം ചെയ്യലിനിടയിൽ മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം മൊബൈൽ ഫോൺ ഇല്ലാതെയായിരുന്നു വന്നിരുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു ഫോണുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഫോൺ വിളികളും ഒപ്പം തന്നെ ആരുമായിട്ടൊക്കെ ഇദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ ഇതിലും വളരെ വലിയ പ്രധാനമുള്ള വിഷയമാണ്. കാരണം ചാറ്റുകളടക്കം പുറത്തു വന്നത്, അതായത് ശബ്ദരേഖയടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ യുവതിയുമായി നേരിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടോ, അതായത് പരിചയമുണ്ടോ, അല്ല ഈ ഒരു പൊതി കൈമാറാൻ വേണ്ടി മാത്രമാണോ ചെന്നതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയമായ തെളിവുകൾക്കും വലിയ അടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ ഇതൊരു കുരുക്കാകാനുള്ള സാധ്യതയുണ്ട്. ഒരു നേരിട്ടുള്ള, അതായത് പരസ്പര സമ്മതത്തോടുള്ള ബന്ധമാണ് എന്ന് സമർത്ഥിക്കാൻ രാഹുൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഗർഭചിത്രത്തിൽ രാഹുലിന് കൃത്യമായ പങ്കുണ്ട് എന്ന തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ഈ ഒരു ജോബിയുടെ മൊഴിയിലൂടെ വരാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കേസ് കൃത്യമായി നിലനിൽക്കും. മാത്രമല്ല ഈ ഒരു ജോബിയുടെ ഫോൺ വഴിയുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് രാഹുലിന് എത്രത്തോളം കൂടുതൽ കുരുക്കുണ്ടാകും എന്ന കാര്യത്തിൽ നമുക്ക് ആ ഒരു ഫോണിന്റെ വിശദാംശങ്ങളടക്കം പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ജോബിയുടെ മൊഴി പ്രകാരം ഗർഭചിത്രത്തിൽ ഈ ഒരു രാഹുലിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേട്ടോ. തീർച്ചയായും. അതോടൊപ്പം സാരംഗ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 21 മാറ്റിയിട്ടുണ്ട്. അന്നുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ ഈ അതിജീവിതയെ ഹൈക്കോടതി കേസിൽ കക്ഷിയും ചേർത്തിട്ടുള്ളതാണ്. അതായത് 2 ആഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാം, മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാമെന്ന നിർദ്ദേശമാണ് അതിജീവിതയ്ക്കുള്ളത്. ഈ ജോബിയുടെ മൊഴി ഈ രീതിയിലായതിനാൽ, അതായത് ഒരു പൊതി നൽകിയെന്ന് ജോബി തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിജീവിതയുടെയും രാഹുലിൻ്റെയും ഒരു സുഹൃത്താണ് പൊതി നൽകിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സുഹൃത്താരാണെന്ന് അറിയണം. അങ്ങനെയെങ്കിൽ വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? മാത്രമല്ല, ഇനി അറിയേണ്ടത് എന്താണ് ആ പൊതിയിൽ ഉണ്ടായിരുന്നതെന്നാണ്. സ്വാഭാവികമായും രാഹുലിനെ ചോദ്യം ചെയ്താൽ, വിശദമായി ചോദ്യം ചെയ്താൽ ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. പക്ഷെ അവിടെ ഈ ജോബി ഇത്തരമൊരു മൊഴി നൽകിയ പശ്ചാത്തലത്തിൽ ഇനി അതിജീവിതയുടെ മൊഴിയും അല്ലെങ്കിൽ അതിജീവിത കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലവും ഏറെ നിർണായകമാകില്ലേ?
ടോം, കാരണം ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു കോടതിയുടെ ഒരു നിലപാട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതായത് ജോബിയുടെ അടക്കമുള്ള മൊഴികൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കോടതി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ, അതായത് ഈ കേസ് എടുക്കുന്ന സമയത്തടക്കം ഇത് വലിയ രീതിയിൽ അത് കേസിനെ സ്വാധീനിക്കുമെന്ന കാര്യം തീർച്ചയാണ്. കാരണം നിർബന്ധപൂർവ്വമുള്ള, അതായത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു ഗർഭചിത്രം നടന്നു, അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ താൻ നേരിട്ടു, മാത്രമല്ല ഇത്തരത്തിലൊരു ബലാത്സംഗം നടന്നു എന്നടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങളാണ് ഈ ഒരു അതിജീവിതയുടെ പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഈ ഒരു 21-ാം തീയതിക്ക് മുൻപ് അന്വേഷണ സംഘം കണ്ടെത്തുകയും ഒപ്പം തന്നെ അതിജീവിത ഈ ഒരു വിഷയത്തിൽ അതായത് കോടതിക്ക് മുൻപാകെ നൽകുന്ന സത്യവാങ്മൂലത്തിലടക്കമുള്ള വിഷയങ്ങളായിരിക്കും ഇനി കോടതി ഈ കേസ് പരിഗണിക്കുന്നതോടക്കം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു പുതിയൊരു വ്യക്തി കൂടി ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഈ ഒരു പൊതി നൽകിയത് ഒരു സുഹൃത്ത് വഴിയാണ്. അതായത് അതിജീവിതയ്ക്ക് ഈ ഒരു പൊതി എത്തിച്ചു നൽകിയ താനാണെങ്കിലും അത് രാഹുലിന്റെ ഒരു സുഹൃത്താണ് തന്നത് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ ഒരു സുഹൃത്തിനേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണം വ്യാപിക്കേണ്ടി വരും. ഒപ്പം തന്നെ ആ സുഹൃത്ത് ഈ കേസുമായി ഏതൊക്കെ തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, മാത്രമല്ല അതിജീവിതയ്ക്കും ഈ രാഹുലിനും പരിചയമുള്ള വ്യക്തിയാണോ എന്നടക്കമുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു പൊതിയിൽ ടോം സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു പൊതിയിൽ എന്ത് വസ്തുവായിരുന്നു ഉണ്ടായിരുന്നത്, എന്ത് മരുന്നാണ് നൽകിയത് എന്നടക്കമുള്ള കാര്യത്തിൽ ഇതുവരെ അന്വേഷണ സംഘം അത് ശാസ്ത്രീയമായി പരിശോധന അടക്കം നടത്തേണ്ടതുകൊണ്ട് തന്നെ എന്താണ് ആ പൊതിയിൽ ഉണ്ടായിരുന്നത്, അത് എത്രത്തോളം ഒരു ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഒപ്പം തന്നെ ഒരു ശബ്ദരേഖയിലടക്കം ഈ ഒരു അതിജീവിത പറയുന്നത് വളരെ വ്യക്തമായിരുന്നു. എനിക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു, അശാസ്ത്രീയമായിരുന്നു, ജീവന് വരെ ഭീഷണി നേരിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു എന്ന് തന്നെ അത്തരത്തിൽ പറയുന്ന രീതിയിലുള്ള ശബ്ദരേഖ അടക്കം പുറത്തേക്ക് വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള, അതായത് ശാസ്ത്രീയപരമായിട്ടുള്ള ഈ ഒരു മരുന്നിന്റെ പാർശ്വഫലങ്ങളും ഒപ്പം ആ കാര്യങ്ങളടക്കം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവും, ഒപ്പം തന്നെ ഇത് ആര് നിർദ്ദേശം നൽകി ഈ ഒരു മരുന്ന് നൽകാൻ. കാരണം ഒരു സാധാരണ രീതിയിൽ അത്തരത്തിലുള്ള ഒരു ഗർഭചിത്രത്തിനുള്ള മരുന്ന് സാധാരണക്കാർക്ക് അത്ര പരിചിതമല്ല. മാത്രമല്ല ഒരു ഡോക്ടറുടെ ഒരു കുറിപ്പടിയോ അല്ലെങ്കിൽ അത്തരത്തിലല്ലാതെ ഇങ്ങനെയുള്ള മരുന്നുകൾ ലഭ്യവുമല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ മരുന്ന് എങ്ങനെ രാഹുലിന്റെ കയ്യിലെത്തി, അത് ആരാണ് ഈ ഒരു ജോബി എന്ന വ്യക്തിയിലേക്ക് എത്തിച്ചത്, അത് രാഹുലിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണോ ഇത് അതിജീവിതയിലേക്ക് എത്തിയത് എന്നടക്കമുള്ള കുറെ ചോദ്യങ്ങൾ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് മുൻപിൽ നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളിലെല്ലാം ഈ ഒരു 21-ാം തീയതിക്ക് മുൻപ് ഉത്തരം കണ്ടെത്തുകയും ഒപ്പം തന്നെ അതിജീവിതയുടെ സത്യവാങ്മൂലവും ഒപ്പം ഇതിന് പിന്തുണ നൽകുകയും ചെയ്യുകയാണെങ്കിൽ ഒരു രാഹുലിനെ അറസ്റ്റ് ചെയ്ത്, അതായത് ഇത് ചോദ്യം ചെയ്യൽ കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ വലുതായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം രാഹുലിന് ഇപ്പോൾ അനുകൂല നിലപാട് കോടതി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കുന്നതിന് അനുസരിച്ചാകും ഈ ഒരു കോടതിയുടെ നിലപാടിൽ മാറ്റം ഉണ്ടാവുക. ഒപ്പം തന്നെ ഒരു ഗർഭചിത്രം, അതായത് വലിയൊരു ഇത്തരത്തിലുള്ള ഒരു ബലാത്സംഗം അടക്കം നടന്നു എന്നുള്ള ഒരു ആരോപണം അതിജീവിത ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതും സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളടക്കം കോടതിയുടെ മുൻപാകെ എത്തിക്കുക എന്നായിരിക്കും ഇനി അന്വേഷണ സംഘത്തിന്റെ വലിയൊരു വെല്ലുവിളി. അത് മറികടക്കുകയാണെന്നുണ്ടെങ്കിൽ 21-ാം തീയതി വരുന്ന ഈ ഒരു കോടതി കേസ് പരിഗണിക്കുമ്പോൾ അത് രാഹുലിനടക്കം പ്രതികൂലമായി ഒരു നിലപാടെടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നോക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാകുമോ സുഹൃത്ത് ജോബിയുടെ മൊഴി? എന്തായാലും കേസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുമ്പോൾ ഈ മൊഴി ഉൾപ്പെടെ നിർണായകമാകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.